ഡയറക്ടർ ആയിട്ടിരിക്കുന്ന പോലെയല്ലല്ലോ ഒരു ആക്ടർ ആയിട്ടിരിക്കുമ്പോൾ. ബിക്കോസ് നമ്മുടെ ഒരു കരിയർ ഇസ് ഡിസൈൻഡ് ആൻഡ് നമുക്ക് ഇങ്ങോട്ട് വരണം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പവർ പൊസിഷനിലല്ല നമ്മൾ ഇരിക്കുന്നത്. ഒരു മെയിൽ ആക്ടറിന് അങ്ങനെയല്ല. ലൈക്ക് ദേ കൻ ഡിസൈൻ പ്രൊജക്ട്സ് അറൌണ്ട് ദെയർ ഡേറ്റ്സ്. അങ്ങനത്തെ ഒരു പവർ നമുക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തരുന്നില്ല അവർ. വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ആ ഇൻഡസ്ട്രി കുറച്ചും കൂടെ പാകപ്പെട്ട് വരണം ആ സ്പേസിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ ഇതുവരെ എനിക്ക് എടുക്കേണ്ട വന്നിട്ടില്ല. അത് എൻ്റെ മാത്രം ഗുണമല്ല, എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിലേക്ക് വരുന്ന ഒരു സമയം ഒരു ചേഞ്ചിൻ്റെ സമയമായിരുന്നു. ലൈക്ക് ഇപ്പം ഞാൻ പറയുന്നു ഋതു, നിദ്ര, 22 FK. ആ സമയത്ത് തന്നെയാണ് സമീർ താഹിറിന്റെ, വിനീത് ശ്രീനിവാസൻ, രമ്യ നമ്പീഷൻ, ഫഹദ് ഫാസിൽ പടം വന്ന ചാപ്പാക്കുരിശ്. അങ്ങനെ ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ പുതിയ നറേഷൻസും പുതിയ കാഴ്ചപ്പാടുകളും കൊണ്ടുവന്ന സിനിമകളും കൂടിയുള്ള സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ എൻ്റെ കമേഴ്ഷ്യൽ സക്സസും കൂടിയാണ്. എല്ലാം ഒത്തു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര അങ്ങനെ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറയുന്നതും. അത് കഴിഞ്ഞ് ആക്ച്വലി ആ ഒരു സിനിമയുടെ കാലഘട്ടം മാറി. ഇപ്പോൾ കോവിഡ് വന്നു, ഫ്ലഡ് വന്നു, അതിനുശേഷം സിനിമയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഇനിയാണ് ഞങ്ങൾക്ക് പണി എന്നാണ് തോന്നുന്നത്. ഇനിയാണ് എനിക്കും ലൈക്ക് ഓൾ ദോസ് ഫിലിം മേക്കേഴ്സ് ഓഫ് ദ ലാസ്റ്റ് ഒരു ഡെക്കേഡിന് അവർ നിലകൊണ്ടിരുന്ന സമയത്ത് നിന്ന് വീണ്ടും മാറി സിനിമ. ഇപ്പം വേറൊരു സ്പേസിലേക്ക് എത്തിയിട്ട് നിൽക്കുവാണ്. ഇനിയാണ് നമ്മൾ തന്നെ പുതുക്കേണ്ടതും അപ്ഗ്രേഡ് ചെയ്യേണ്ടതും വായിക്കേണ്ടതും ജെൻസീനെ നോക്കി കാണേണ്ടതും അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ. ലൈക്ക് ഇനിയാണ് എനിക്ക് പണി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, റാദർ ദാൻ അന്ന്.